ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോപ്പ് ഉണ്ടാക്കിക്കഴിഞ്ഞ് ഞാൻ മോളോട് പറഞ്ഞ കൈ ഒന്ന് ഭാഗമൊന്ന് കഴുകി ഒന്ന് കാണിക്കാം. നല്ല പതയുമുണ്ട്, നല്ല മണവുമുണ്ട്. ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചൈനീസ് ഓറഞ്ചാണ്. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലായിരുന്നു. ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ഇടത്തരം ചെറുനാരങ്ങ എടുത്താൽ മതി. അത് 4 സോപ്പ് ഉണ്ടാക്കാനാണേ. കണ്ടോ, ഞാനിത് 3 ചൈനീസ് ഓറഞ്ച്, ചെറിയ ചൈനീസ് ഓറഞ്ചാണ്. പക്ഷേ ഇത് ഞാൻ മൊബൈൽ അടുത്ത് പിടിച്ചെടുത്തുകൊണ്ട് അത് വലുതായിട്ട് തോന്നിക്കുന്നതാണ്. പിയർ സോപ്പിൻ്റെ കളറല്ലേ. പെർഫ്യൂം ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർക്കാൻ, ഞാനിതിൽ ചേർക്കുന്നില്ല. ഇതേ കണ്ടോ, 3 ചൈനീസ് ഓറഞ്ചും കുറച്ച് പനിക്കൂർക്ക ഇലയും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. 4 സോപ്പ് ഉണ്ടാക്കാനല്ലേ, അപ്പോൾ അതും മതിയാകും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങാടിക്കടയിൽ പച്ച മഞ്ഞൾ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഇങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നട്ട് വളർത്താവുന്നതല്ലേ ഉള്ളൂ. ഇതിൽ 1/4 ടീസ്പൂൺ ഒലിവ് ഓയിലും 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു വൈറ്റമിൻ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ 350 സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഗ്ലിസറിൻ ചേർക്കുന്നില്ല സോപ്പ് ബേസിൽ. ഇത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല പിയർ സോപ്പിൻ്റെ കളറാണ്, കണ്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. നല്ല മണവും ഉണ്ടാകും ഇതിന്. ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കുളിക്കുന്നത്. ഇത് തീരുമ്പോൾ അടുത്ത വീണ്ടും ഉണ്ടാക്കും ഞാൻ. അപ്പം ഞാൻ കടയിലെ സോപ്പൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിച്ചപ്പോൾ പിന്നെ ഇത് തന്നെ മതി എനിക്കിപ്പം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വേണമെങ്കിൽ 10 മിനിറ്റ് ഒന്ന് തണുത്തിട്ട് 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ 2.5 മണിക്കൂർ പുറത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതേ ആകുമ്പോൾ നോക്കിക്കോണേ. അപ്പോൾ കറക്റ്റ് ഇതായി. ഇതേ കണ്ടോ, 2.5 മണിക്കൂർ കഴിഞ്ഞ് ഈ സോപ്പ് ഇതേ കറക്റ്റ് പരുവേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും.